നമസ്കാരം. ബാർക്കോഴയിൽ പുകഞ്ഞ് ഇടത് സർക്കാർ. ബാറുടമകൾക്ക് കൊള്ളലാഭമുണ്ടാക്കി കൊടുക്കുന്നതിനായുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്ന് സുധാകരൻ. IT പാർക്കുകളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള നീക്കമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് സുധാകരൻ പറഞ്ഞു. കേരളത്തെ മദ്യവിമുക്തമാക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് പിണറായി സർക്കാർ അധികാരത്തിലേറിയത്. അതെല്ലാം കോഴയ്ക്ക് വേണ്ടി പിണറായി വെള്ളത്തിൽ മുക്കിയെന്നാണ് കെ സുധാകരൻ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ ബാറുടമകൾ കോഴ നൽകണമെന്ന് കാണിച്ച് സംഘടനാ നേതാവിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെയാണ് സുധാകരന്റെ ഈ വിമർശനം. എക്സൈസ് മന്ത്രി നടത്തിയത് 25 കോടി രൂപയുടെ വൻ അഴിമതിയെന്ന് കെ സുധാകരൻ പറഞ്ഞു. മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പുതിയ മദ്യനയം കേരളത്തെ മദ്യത്തിൽ മുക്കുന്നുവെന്നും കെ സുധാകരൻ വിമർശിച്ചു. കോഴ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഘടനാ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ വിവാദമായത്. ബാറുടമകൾ 2.5 ലക്ഷം രൂപ നൽകണമെന്നാണ് നിർദ്ദേശം. 2 ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നാണ് പുറത്തുവന്ന സന്ദേശത്തിൽ നിർദ്ദേശിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും മറ്റ് ഇളവുകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇത് കൊടുക്കാതെ ആരും സഹായിക്കില്ല എന്നും അനിമോൻ പറയുന്നു. സംഭവത്തിൽ സംഘടനാ നേതാവ് അനിമോനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംഘടനാ നേതാവ് അനിമോൻ കോഴ നൽകാൻ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അംഗങ്ങളോട് പണം ആവശ്യപ്പെട്ടത് ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയാണെന്നും ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് V സുനിൽകുമാർ വ്യക്തമാക്കി. സംഘടനയെ പിളർത്താൻ ശ്രമം നടത്തിയതിന് അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം സംഘടന തീരുമാനമെടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.